ബി മക്കത്ത് വെച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നാണ് ഹുദലീങ്ങളുടെ ഒരു കവിതാ സംഹാരം, അറബി ഭാഷ പഠിക്കാൻ ഉപകരിക്കുന്നതായ ഒരു കവിതാ സംഹാരം. അത് ഞാൻ പഠിച്ചത് ഇമാം ഷാഫി തങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ഇമ്മത്ത് പറഞ്ഞത്, ഇമാം ഷാഫി തങ്ങൾ ഒരു വാക്കിനെ പ്രയോഗിച്ചാൽ അത് ഭാഷയിൽ അത് ഹുജ്ജത്താണ്. ഇമാം ഷാഫിൻ്റെ ഒരു പ്രയോഗം ഇപ്പം നമ്മൾ പറയുന്നുണ്ട് എമ്പതി. അപ്പം എമ്പതി എന്നതിൻ്റെ മാവിയാവുന്ന ആ വചനം അത് ഉപയോഗശൂന്യൽ ആണെന്ന് പറയലുണ്ട്. അതിന് ഉപയോഗിക്കലില്ല. അറബികൾ ചില സീതകളെ ചില പദങ്ങൾ അവർ ഇമാത്തത്ത് ചെയ്തു, അതിന് നിർജീവമാക്കി, അതിൽപ്പെട്ടതാണെന്ന് ചില ആളുകൾ പറയലുണ്ട്. എന്നാൽ അതിന് ഗണ്ണിച്ചുകൊണ്ട് അയിമ്മത്ത് രേഖപ്പെടുത്തിയതെന്താ? അതൊരിക്കലും ഇമ്പക എന്നുള്ളത് മുമാത്തത്താവുന്ന സീതയിൽപ്പെട്ടതല്ല. അത് ഇമാം ഷാഫി തങ്ങൾ ഉമ്മിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇമ്പക എന്നുള്ള പദം ഉമ്മിൽ ഇമാം ഷാഫി ഉപയോഗിച്ചത്. അത്രമാത്രം ലോകത്തിൽ പിന്നെ ലക്ഷ്യമാക്കാൻ പറ്റുന്നതായ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇമാം ഷാഫി തങ്ങൾ. അങ്ങനത്തെ ഇമാം ഷാഫി തന്നെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമീപിച്ചു. അപ്പം അത്രമാത്രം അറബി ഭാഷ അതിൻ്റെ പൂർണ്ണതയിലെത്തി. അത് സാഹിത്യ സാമ്രാട്ടുകൾ ജീവിച്ച കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ. അവരോട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, അല്ലാഹുവിൻ റസൂലും കൽപ്പിച്ചിട്ടില്ല. ആ ഖുർആൻ്റെ വ്യാഖ്യാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ അത് സ്വയഷ്ടം വ്യാഖ്യാനിക്കാൻ ഉള്ളതല്ല. അത് വ്യാഖ്യാനിക്കാനുള്ള പ്രത്യേക മാനദണ്ഡം മാത്രമല്ല, അത് വ്യാഖ്യാനിക്കാൻ പറ്റണതായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തിയെടുത്തു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആരെങ്കിലും വ്യാഖ്യാനിക്കേണ്ടതല്ല ഖുർആൻ. പലപ്പോഴും നിങ്ങളുടെ പ്രസംഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അറബി ഭാഷയിൽ മുത്തും മിത്തും എന്ന് പറയും. മുത്തെന്ന് പറഞ്ഞാലും മിത്തെന്ന് പറഞ്ഞാലും രണ്ടും ഒരർത്ഥം തന്നെ. വിശുദ്ധ ഖുർആനിൽ മുത്തെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മിത്തെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഒരർത്ഥം തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. ഒരു ഭാഷ പഠിച്ചവനാണെങ്കിൽ ആ ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം നിങ്ങൾ മരിക്കുക രണ്ടോടത്തും നിങ്ങൾ മരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭാഷ പഠിച്ചവൻ അങ്ങനെ അതിനെ അർത്ഥം വെക്കുള്ളൂ. ഇപ്പം നമ്മൾ തഫ്സീറുകൾ ഓതിയവരാണ് നിങ്ങൾ. അതിനെപ്പറ്റി അറിയുന്ന ഉസ്താദന്മാരാണെങ്കിൽ വിവരിച്ചു തന്നിട്ടുണ്ടാവും. ഇവിടെ മുത്തൊന്നും ഇതിനെ ഉപയോഗിച്ചു, ഇവിടെ മിത്തൊന്നും ഉപയോഗിക്കാതെ. ഇവിടെ മിത്തൊന്നാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് ഇവിടെ മിത്തൊന്നും ഉപയോഗിച്ചു, മുത്തൊന്നും ഉപയോഗിക്കാതെ? കാരണം രണ്ടും മാത്ത യമാത്തൂന്നും പറയും, മാത്ത യമൂത്തൂന്നും പറയും. ഖാഫ യഖാഫു പോലെ, സാമ യസൂമു പോലെ രണ്ടും ഭാഷയിൽ അത് ശരിയാണ്. ഭാഷയിൽ രണ്ടും ഒരർത്ഥമാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചു കൊടുത്ത് രണ്ടിനും രണ്ടർത്ഥമാണ്. ഒന്ന് സ്വാഭാവികമായിട്ട് പ്രയാസങ്ങളില്ലാതെ നാട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിലായിട്ടോ മറ്റോ ഭരിക്കുമ്പോഴാണ്. മറ്റൊന്ന് വല്ല യാത്രയിലോ യുദ്ധത്തിലോ ഒക്കെ ആയിട്ട് പ്രയാസത്തോടു കൂടി വളരെയധികം നാടിനെ തൊട്ടൊക്കെ അകന്ന് കുടുംബങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഉണ്ടാകുന്ന മരണത്തിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഖുർആന്റെ പ്രയോഗങ്ങൾ നോക്കിയാൽ നമ്മൾ പറയുന്നത് അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ പ്രയോഗിച്ചിരുന്നതായ ഒരു തത്വം ഉണ്ടായി. ഒരാളെ കൊല ചെയ്യപ്പെട്ടാൽ അതിനെ മറ്റവനെ ഇങ്ങോട്ട് പ്രതികാരമായും കൊണ്ട് ആ കൊല ചെയ്യപ്പെട്ടവനെ കൊന്നാൽ ഈ അധാർമികമാവുന്നതായ കൊലയെ അവിടെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. എന്നതുപോലെ അതിന് ആ അർത്ഥം വരുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ വന്നു, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. അറബികൾ ഉപയോഗിച്ചതിന് ആ വാക്കും വിശുദ്ധ ഖുർആനിൽ വന്ന ഈ വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്നുള്ള രണ്ടും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ 10-18ഓളം കാരണങ്ങളെ കൊണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ വന്ന ഈ വാക്ക് സാഹിത്യത്തിൽ അത് മികച്ചു നിൽക്കുകയാണ്. അതാണ് ഖുർആനിൻ്റെ ഒരു ഏതെങ്കിലും നിലക്കുള്ള ഖുർആനിനോട് കിടപിടിക്കണ ഒരു ചെറിയ വാക്യം പോലും വെല്ലുവിളിച്ചിട്ട് പോലും ഇത്ര വലിയ അറബി സാഹിത്യ സാമ്രാട്ടുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഈ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ എന്നാണ്, അതാണ് അതിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആധികാരിക രേഖ തന്നെയാണ്. അപ്പം ആ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടവർ വ്യാഖ്യാനിക്കണം. അതാണ് ഈ തുബയ്യിന ലിന്നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നബി വ്യാഖ്യാനിച്ചതിനനുസരിച്ച് നബിയുടെ ആ വ്യാഖ്യാനത്തിൻ്റെ ആ അതിർവരമ്പുകൾക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടതായ പ്രത്യേക അതിൻ്റെ ഏതെല്ലാം ഗുണങ്ങളും ഏതെല്ലാം സ്വഭാവങ്ങളുമാണോ വേണ്ടത് അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് മാത്രമേ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കൂ. അപ്പോൾ ആരെങ്കിലും അതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിക്കറിയാം പിന്നീട് ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇവിടെ വരും, ഒരു കൂട്ടർ ഖുർആൻ മാത്രം പറഞ്ഞുകൊണ്ടും വരും. ഇങ്ങനെ പല കള്ളന്മാരും ഇവിടെ വരുമ്പോൾ ആ ഖുർആനെ വിധീനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശുദ്ധ ദീനിനെ എങ്ങനെ മനസ്സിലാക്കും. ആ ദീനിനെ മനസ്സിലാക്കലിനിക്ക് അടിസ്ഥാനപരമാവുന്നതായ അതിൻ്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് തന്നെ. പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബാവുന്ന ഖുർആൻ, ആ ഖുർആനെ സ്വയഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് ഭാഷയിലുള്ള കഴിവ് മാത്രം പോരാ. അതിൻ്റെ ഒരു വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യാഖ്യാനം അനുസരിച്ച് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്ന വ്യാഖ്യാനം അത് സാധാരണക്കാർക്ക് സാധ്യമല്ല. അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് സാധിക്കുള്ളൂ. അമ്പിയാക്കന്മാരുടെ ആ തീയതിയിൽ പൂർണ്ണമായിട്ട് അവരോട് പിൻപറ്റി കൊണ്ടുപോകുന്നതായ അന്നൽക്കുള്ളതായ ഇമാം ഷാഫിഈ തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇദാ ലം യകുനിൽ ഉലമാഉ ഔലിയാ ലില്ലാഹ് ഫമനിൽ വലി. ആലിമീങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ തലകെട്ടിട്ടിരിക്കണ നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ആലിമ് എന്ന് പറഞ്ഞവനൊക്കെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ആലിമിന് ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. അതാണ് വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനമായി കൊണ്ട് പഠിക്കണം. എന്നാൽ വയുഅല്ലിമുക്കുമുല്ലാഹ് ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് കൂലം കുത്തി ഒഴുകി വരും. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് തഖ്വയാണ്. അപ്പോൾ ഒരു ആലിമിൽ ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. ആലിമിലുള്ള ഇൽമെന്താ? അത് അമ്പിയാക്കന്മാരെ ഇർഫാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് ആ ഇർഫിനവൻ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുമായിട്ട് ഇവർക്ക് എന്ത് വേണം? ഒരു അലാഖത്ത് വതീദ, ഒരു ശക്തമാവുന്ന ഒരു അലാഖത്ത്, അവരോടുള്ള ആ ഇത്തിസാല്, അവരിലേക്കുള്ള. നമ്മൾ സനത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കല്ലോ. നമ്മൾക്ക് ഇന്ന ഉസ്താദിൽ കൂടി കിട്ടിയതായ സനത് ദാനം എന്നൊക്കെ കേട്ടില്ലേ? അതിൽ നമ്മളെ ഉസ്താദന്മാർ നമുക്ക് ഇജാസത്ത് തന്നതുപോലെ എന്നൊക്കെ പറയണത് ഇന്ന ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പം ഈ ഒരു ബന്ധം അവരോടുണ്ടാവണം. എങ്ങനെ ആ ബന്ധം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയുള്ളൂ? അവരിലുള്ളതായ ആ മഹത്താവുന്ന ഗുണങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് മുഴുവൻ നമ്മളിലുണ്ടാവണം. അപ്പോഴേ അങ്ങനത്തെ പ്രത്യേകമാവുന്നതായ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവിക്കണ അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് മാത്രമേ വിശുദ്ധ ഖുർആനെ അവർക്ക് എന്താവണം? ലൗഹിലുള്ള ആ വ്യാഖ്യാനത്തിനോട് ഒക്കണം. അതല്ലാത്ത വ്യാഖ്യാനങ്ങൾ മുഴുവൻ തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ ലൗഹിലുള്ളത് എങ്ങനെ കണ്ടു എന്നുള്ളത് അത് കാണാൻ കഴിയും. മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബിനെ സംബന്ധിച്ച് നമ്മൾ പറയലുണ്ടല്ലോ. ഉമർ ഇബ്നു ഖത്താബ് സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങിയപ്പോൾ സൗദാ റളിയല്ലാഹു തആല അൻഹനോട് പറഞ്ഞു, ഖദ് അറഫ്നാകി യാ സൗദാ, സൗദേ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ആ സൗദാ ബീവിനെ എങ്ങനെ മനസ്സിലായി? സൗദാ ബീവിൻ്റെ മുഖമൊന്നും കാണിച്ചുകൊണ്ടല്ല മുപ്പത്തേര് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങേണ്ട ചില ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷേ സൗദാ ബീവിനെ വകാന റആഹാ ഖബ്ലൽ ഹിജാബ്, അന്യപുരുഷന്മാരെ തൊട്ട് അവരുടെ മുഖവും മറക്കണം, അവർ ജലാബീബിനെ താഴ്ത്തിടണം എന്നെല്ലാം പറയുന്ന ആ ഒരു ഹിജാബ് 2-3 ഘട്ടങ്ങളിലാണ് അതിൽ നിന്നുള്ള ഒരു ഹിജാബ്. ഈ ഹിജാബ് ഇറങ്ങിയതിൻ്റെ ശേഷവും ആ ഹിജാബ് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് സൗദാ റളിയല്ലാഹു തആല അൻഹയെ ഉമർ ഇബ്നു ഖത്താബ് കാണലുണ്ടായിരുന്നു. അങ്ങനെ കണ്ടതുകൊണ്ട് പിന്നെ ഹിജാബ് ഇട്ട് വന്ന ഒരു ബീവിനെ മനസ്സിലാവുക. അതിനാണ് ഇമാം ബുഖാരി തങ്ങൾ അതിൻ്റെ ഉടനെ പറയുന്നത്. വക്കാനത്ത് ഇംറഅത്തൻ തദീറത്തൻ, ഈ സൗദാ ബീവി വലിയൊരു നീളുള്ള ബീവിയായിരുന്നു. അപ്പം നീളുള്ള ബീവി ആ കൂട്ടത്തിൽ സൗദാ ബീവി മാത്രമേ ഉള്ളൂ. സൗദാ ബീവിനെ ആ നീളുള്ള ബീവി എന്നുള്ള നിലക്ക് സൗദാ ബീവിയുടെ ഹിജാബിൻ്റെ മുമ്പ് ഉമർ ഇബ്നു ഖത്താബ് കണ്ടതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഹിജാബ് ധരിച്ച് വന്നപ്പോഴും ഇത് സൗദയാണെന്ന് മനസ്സിലായി.
റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, ഇഹ്തജിബി നിസാക്ക്, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയാം. ഇത് പറയാനുള്ള കാരണം എന്താ? ഇമാം ബുഖാരി തങ്ങൾ തന്നെ റജാ അൻ യൻസിലൽ ഹിജാബ്, ആ ഹിജാബും കൂടി ഇറങ്ങണമെന്ന് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉദ്ദേശിച്ചു. ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ ഹിജാബല്ല, ഒരു ഹിജാബ് ഇറങ്ങാൻ പോകുന്നുണ്ട് രണ്ടാമത്. അല്ലാതെ ഉമർ ബിൻ ഖത്താബിൻ്റെ അഭിപ്രായത്തിനോട് ഒത്തു വന്നു എന്നല്ല. അങ്ങനെ ഒരാളുടെ അഭിപ്രായത്തിൽ മുവാഫഖാത്തു ഉമർ എന്നൊക്കെ പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിനോട് ഒത്തുകൊണ്ട് ഖുർആൻ വരിക എന്നല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അവർ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഹിജാബിൻ്റെ ഈ ആയത്തും കണ്ടു. ഈ ആയത്ത് ഇറങ്ങണമെന്ന് മൂപ്പർക്ക് വലിയ ആഗ്രഹം. അതിന് റസൂലുള്ളാഹിയോട് പോയി പറഞ്ഞു. അപ്പോൾ ഈ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ലൗഹിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ രേഖയോട് ഒക്കണ വ്യാഖ്യാനങ്ങൾ മാത്രമേ അംഗീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. അത് ഒക്കണതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കൽ? അതിനെ വ്യാഖ്യാനിക്കേണ്ടവർക്ക് വേണ്ടതായ മാനദണ്ഡങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിശുദ്ധ ഖുർആൻ തന്നെ, ആ ഖുർആനോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വ്യാഖ്യാനങ്ങളാവുന്ന തിരുസുന്നത്തുകളും അത് ദീനിൻ്റെ ദലീൽ തന്നെയാണ്. ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഖുർആൻ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റൂല, നബിൻ്റെ സുന്നത്തൂടി വേണം, നബിൻ്റെ വ്യാഖ്യാനം വേണം. അത് അംഗീകാരോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയലോ അല്ലെങ്കിൽ നബി പ്രവർത്തിച്ചു കൊണ്ടിട്ടോ അതിൻ്റെ വ്യാഖ്യാനം കാണിച്ചു തരണം. ഇപ്പോൾ ഉളൂവിനെ പറ്റിയൊരു ആയത്ത് അറിയാം, എന്നാൽ ആ ആയത്തിൻ്റെ വ്യാഖ്യാനം ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇത് മാത്രം പോരാ, നബിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എൻ്റെ സുന്നത്ത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എൻ്റെ സുന്നത്ത് മനസ്സിലാക്കുമ്പോൾ ആ സുന്നത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഖുലഫാഇൻ്റെ സുന്നത്ത് കൂടി നിങ്ങൾക്ക് വേണം. കാരണം എൻ്റെ ആ സുന്നത്തിനെ ശരിക്ക് മനസ്സിലാക്കി അവരവരുടെ ഭരണകാലഘട്ടത്തിൽ അവർ വിധിച്ചതും അവർ ഫത്വ കൊടുത്തതും അവർ ഭരണം നടത്തിയതൊക്കെ എൻ്റെ സുന്നത്തനുസരിച്ചാണ്. ആ സുന്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ഇതാണ് മഹാന്മാരാവുന്ന ഇമ്മത്ത് അവരുടെ ഭരണത്തിന് അവരുടെ മദ്ഹബുകൾക്ക് ആധാരമാക്കിയത്. മഹാനാവുന്ന സർവ്വ ഇമാമിയങ്ങളും അയിമത്ത് മുജ്തഹിദീങ്ങൾ അവർ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ശേഷിപ്പുള്ള മറ്റുള്ളതിലേക്ക് ആവശ്യമുണ്ടായില്ല. ഈ നാലെണ്ണത്തിന് മാത്രം മതി. ഇതിലെല്ലാ വ്യാഖ്യാനങ്ങളും ഒതുങ്ങിയതുകൊണ്ട് മാറി മുജ്തഹിദീങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ചില വ്യത്യാസങ്ങളൊക്കെ ഇതുമായിട്ട് അവർക്ക് ഉണ്ടാവാം. അങ്ങനത്തെ ഈ അയിമത്ത് മുജ്തഹിദീങ്ങൾ അവർ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം അവരെങ്ങനെ ചെയ്തത്, അതിനെങ്ങനെ മനസ്സിലാക്കിയത്? ഖുർആനും സുന്നത്തും മാത്രമല്ല, അവർ ഖുലഫാഇന്റെ സുന്നത്തിനും കൂടി അവർ മനസ്സിലാക്കി. അത് മാത്രം പോരാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും കൂടി ശക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, എന്താ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന. 3 നൂറ്റാണ്ടിനെ ഉത്തമമായ നൂറ്റാണ്ടായിട്ട് പ്രഖ്യാപിച്ചു. അത് ഒന്ന് റസൂലുള്ളാഹിന്റെ നൂറ്റാണ്ട്, ഒന്ന് അതിൻ്റെ അടുത്ത നൂറ്റാണ്ട്, ഒന്ന് അതിൻ്റെ അടുത്ത നൂറ്റാണ്ട്. ഇതിനെന്തിനാ ഉത്തമ നൂറ്റാണ്ടായി പ്രഖ്യാപിക്കണം? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാരിൽ നിന്നാണ്. വെറും ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല, അതാ പറയണത്. ഹദീസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ ഈ ഖുർആനും ഹദീസിന്, ഖുർആനെ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിവരിച്ചു തന്നിട്ടുണ്ടെങ്കിലും ആ നബിയുടെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളും അതൊരു വഹയിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് വഹയിനോട് ടച്ച് ഉള്ളതാവുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ഒരു ഭാഷ മാത്രം ഹദീസ് മനസ്സിലാക്കാനും ഭാഷ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അവരിൽ നിന്ന്, അതുകൊണ്ടല്ലേ ഇമാം മാലിക് തങ്ങൾ നോക്ക്, അവരെ മദ്ഹബിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് അവരുണ്ടാക്കിയ ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. ആ മുവത്തയിൽ പല മസലകൾക്കും മഹാനവറുകൾ ലക്ഷ്യം പറഞ്ഞത് എന്താ? ഖുർആനിൽ അങ്ങനെ ഉണ്ട്, ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നല്ല. ഹക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ. മദീനക്കാർ ഇങ്ങനെയാണ് ചെയ്തത്, മദീനക്കാർ എങ്ങനെയാണ് ചെയ്തത്, മദീനക്കാർ അങ്ങനെയാണ് ചെയ്തത് എന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ദീനിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഖുർആനും സുന്നത്തും വേണ്ട എന്നല്ല നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനും സുന്നത്തിൽ നിന്ന് തന്നെ
ആ ഖുർആനും സുന്നത്തിൽ നിന്നും നമ്മളല്ല മനസ്സിലാക്കേണ്ടവർ. ഖുർആനിൽ നിന്ന് അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ റസൂല മനസ്സിലാക്കി തന്നു. റസൂലയിൽ നിന്ന് അതിനെ മനസ്സിലാക്കേണ്ടതായ മഹാന്മാരാവുന്നതായ സ്വഹാബത്ത്, അതിൻ്റെ ശേഷമുള്ള താബിയങ്ങൾ, താബിഈങ്ങൾ, ഈ നല്ല നൂറ്റാണ്ടിൽ ജീവിച്ചതായ ആളുകൾ അതിൻ്റെ ഓരോ വശങ്ങളും മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഓരോ മസലകളും മറ്റുള്ള വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ വിശ്വാസത്തിന് ഇവിടെ സംരക്ഷിക്കപ്പെടാം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ. സിമ്പിളായിട്ട് നമ്മളെ ഓരോന്നിനും നമ്മൾ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പ്രധാന ദിവസങ്ങളിലൊക്കെ ഒരു ചീരിനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനെ എതിർക്കിടുന്ന കണ്ട അത് പണ്ടത്തെ മുമ്പൊക്കെ ഈ മൊല്ലാമാരെ പണിയാണ്. അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാത്ത കാലഘട്ടത്തിൽ അങ്ങനെ പല ചീരിനുണ്ടാക്കി കൊണ്ടുവരാൻ പള്ളിയിലേക്ക് പറയും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്വഭാവം അങ്ങനെയൊന്നും ദീനിലില്ല. അത് വളരെ അബദ്ധമല്ലേ? ദീനിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇമാം ബുഖാരി റിവായത്തിയുടെ ഹദീസ് ഉണ്ട്. സഹാബത്ത് പറയാണ്, കുന്നാ നതമന്നാ ലിയൗമിൽ ജുമുഅ, അല്ല കുന്നാ നതമന്നാ യൗമൽ ജുമുഅ, ഞങ്ങൾ ജുമുഅ ദിവസത്തിനെ ആഗ്രഹിച്ചിരുന്നു. ജുമുഅ ദിവസത്തിന് വലിയ അങ്ങനെയാണ്, ജുമുഅ ദിവസം ആയാൽ വേണ്ടില്ല, ജുമുഅ ദിവസം ആയാൽ വേണ്ടില്ല എന്ന് വലിയ താല്പര്യം. അപ്പം എന്താ ഈ ജുമുഅ ദിവസം താല്പര്യം? ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമല്ല, അത് വേറെ. ഇത് വേറൊരു ഒന്ന് പറയാണ്. ഈ ത്വാമിഹ, ഞങ്ങളെ കൂട്ടത്തിലൊരു പമ്പറന്നോളുണ്ടായിരുന്നു, ഒരു ബീവി ഉണ്ടായി മദീനത്ത്. മൂപ്പത്തിയേറെ പണി എന്താണെന്നറിയോ? തജ്അലു ഫീ അർബഈന ഖിലിഹി, ഈത്തപ്പന തോട്ടത്തിലേക്ക് പോകുന്ന ആ വെള്ളം പോണ ചാലിൻ്റെ ഇരുവശങ്ങളിലായി കൊണ്ടിട്ട് അവർ എന്ത് ചെയ്യുമെന്നറിയോ? ചീരപ്പുല്ല് പോലത്തെ ഒരു പുല്ല് കൊണ്ടുപോയി നടും. അങ്ങനെ അത് നട്ട് വളരുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയായി നിന്ന് കുറച്ച് പോയി അരിഞ്ഞു കൊണ്ടുവരും. അതരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ കുറച്ച് പൊടിയും വെതരി കുറച്ച് മാംസം ഇട്ട് കുറച്ച് ബദറും ഇട്ടിട്ട് ഒരു പലഹാരം അവരുണ്ടാക്കുന്ന ഒരു പലഹാര രൂപത്തിൽ പലഹാരം ഉണ്ടാക്കും. ഈ പലഹാരമായിട്ട് ഈ ബീവി എന്താവും എന്നറിയോ? പള്ളീൻ്റെ അവിടെ വന്നിട്ട് പള്ളീൻ്റെ മുറ്റത്തുള്ള ഒരു മൂലൊക്കെ പോയിരിക്കും. അല്ല, പെണ്ണുങ്ങൾ ജുമായ്ക്ക് വരില്ല എന്ന് മനസ്സിലാക്കാനാണ് ആ പറഞ്ഞത്. അവരെ പുറത്തേക്കുന്നത് അതിന് കിടന്ന് ചാടി കളിക്കണ്ടെന്നറിയാം. എന്നാൽ റസൂൽ അങ്ങനെയാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഈ ബീവിനോട് ജിദ്ദി ജുമായ്ക്ക് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നാൽ മതി എന്ന് പറയും റസൂൽ. അപ്പം അങ്ങനെ ഈ പിന്നെ വന്നിരുന്നിട്ട് ഈ ബീവി അവിടെ അത് ഏറ്റുകന്നെ ഇരിക്കും. ജുമാ കഴിയുമ്പോൾ സഹാബത്ത് പറയാണ്, കുന്നാ നതമന്ന യൗമൽ ജുമാ, ഞങ്ങൾ ജുമാ ദിവസത്തിന് ആഗ്രഹിക്കും. ജുമാ ദിവസം ആയാൽ വേണ്ടില്ലായിരുന്നു ജുമാ. എന്താ ഈ ആഗ്രഹത്തിന് കാരണം? ഈ ത്വാമിഹ, ആ പമ്പറന്നോട് കൊണ്ടുവരുന്ന ആ ബീവി കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി. എന്നാൽ ഞങ്ങൾ ജുമാ കഴിഞ്ഞാൽ തുക്കും തിരക്കുമായിരിക്കും. കുന്നാനുസല്ലിമു അലിഹ, ഞങ്ങളൊക്കെ ഈ ബീവിക്ക് ഒന്ന് ഒരു സലാം അടിച്ചു എല്ലാവരും. അതങ്ങനെയുള്ളോ? ഭക്ഷണം കാണുന്നിടത്തൊക്കെ പോയി നമ്മൾ സലാം അടിച്ചുവല്ലോ. അങ്ങനെ എല്ലാവരും കുന്നാനുസല്ലിമു അലിഹ, ബീവിക്ക് സലാം പറയും ഞങ്ങളൊക്കെ. അപ്പം ഈ ബീവി എന്താവും? ഫതുഖദ്ദിമു ഇലൈന, അപ്പം ഞങ്ങളിലേക്ക് ഈ ഒപ്പത്തേര് കൊണ്ടുവന്ന ഈ ചട്ടി, കിതർ, ഈ കുടുക്ക, ഈ പാത്രത്തിന് മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പം ഞങ്ങളൊക്കെ അതിൽ നിന്നൊന്ന് ഇങ്ങനെ ഒന്ന് തോണ്ടി ചമ്മന്തിയൊക്കെ നാമക്കണമായിരിക്കും. നാമക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും ദൈവം വേണ്ട. അപ്പം എല്ലാവരും ഒന്ന് തോണ്ടിയാൽ പറ്റും. ഇതിനാണ് കുന്നാ നതമന്നാ യൗമൽ ജുമാ, ജുമാ ദിവസത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ഞാൻ എന്തെങ്കിലും കെട്ടി പറയല്ല. അപ്പോൾ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതൊരു തെറ്റായ സംഭവമാണെങ്കിൽ റസൂൽ എന്ത് പറയും ബീവിനോട്? പെണ്ണ ഈ പണിക്ക് നിൽക്കരുത്, അടുത്ത ആഴ്ച. ഇത് എൻ്റെ ഉമ്മത്തിലുള്ള ആളുകൾ, വലിയ മുജ്തഹിദീങ്ങളാവുന്ന ഇമാമിയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവർ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കുമെന്ന് അറിയോ? ഇന്ത്യ വെള്ളിയാഴ്ച കൊടുക്കുന്നത്, വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട യോമല്ലേ? ഖൈറു യൗമിൻ തലഅത്ത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രധാനപ്പെട്ട ദിവസത്തിൽ പള്ളിയിലേക്ക് എന്താക്കണം? എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണമെന്ന് എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് പിന്നെ ഈ ഹദീസിന് മനസ്സിലാക്കി പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ നിരോധിക്കാണ്, അടുത്ത ആഴ്ച ഈ ഭക്ഷണം കണ്ട് കൊണ്ടുവരരുത് എന്നാ പറയണത്. അതല്ല, ഈ സഹാബത്ത് എന്താ കുന്നാ നതമന്ന യൗമൽ, എന്നും ഞങ്ങൾക്ക് എന്നാ വെള്ളിയാഴ്ച ആയ തിരക്കടില്ല ഈ ത്വാമിഹാന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പള്ളിയിലേക്കൊക്കെ ഒരു ഭക്ഷണം കൊടുത്തേക്കാന്നുള്ളൊരു പതിവ് നമ്മൾ സുന്നികൾക്കുണ്ട്. അത് 27 റജബ് 27 നമ്മൾ കൊടുത്തേക്കും, റമദാൻ 27 കൊടുത്തേക്കും, ശഅബാൻ 15 ഞങ്ങൾ ആ ഭാഗത്തൊക്കെയാണ്. നമ്മൾ തന്നെ നമ്മൾ കുട്ടിയെന്നൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉമ്മാമാനോടൊക്കെ ചോദിക്കലുണ്ട്, എന്നാണ് തിങ്കളാഴ്ച രാവ്, എന്നാണ് വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ ചോദിക്കലുണ്ട്.
അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ചകൾ രാവും വെള്ളിയാഴ്ച രാവൊക്കെ ഒരു മൗലിദുണ്ടാവും. 1-2 ആൾക്കാരെ വിളിച്ചിട്ട്. പണ്ട് നമ്മളെ തറവാട്ടിൽ ഇപ്പം അതൊന്നും തകമാരിയിലും ഇല്ലാതായി പോയി. അത് വേറെ സംഗതി. എല്ലാവരും മോശമായല്ലോ, അതനുസരിച്ച് നമ്മളും മോശമായി. അപ്പം അത് പഴയ കാലത്ത് അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഹദ്റമൗത്ത് വന്ന പാപ്പ ശീലിപ്പിച്ച ഒരു ശീലമാണത്. അന്ന് ഈ ദിവസങ്ങളിൽ ചെറിയ ഒരു പലഹാരം ഉണ്ടാകും. അപ്പം നമ്മൾ ഈ പലഹാരം തിന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് രാത്രി കിട്ടൂല, കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ ഇത് പിന്നെ പല്ലിയൊക്കെ തേച്ച് വന്നതിന് ശേഷം അത് തൊള്ളി പിടിച്ച് തരല്. അപ്പം അന്ന് അങ്ങനെ ഒരു പലഹാരത്തിന് വേണ്ടി ഞങ്ങളും അങ്ങനെ തന്നെ തിങ്കളാഴ്ച എന്നാണ് വ്യാഴാഴ്ച എന്നാന്നൊക്കെ ചോദിക്കും. നമ്മളൊക്കെ ഉണ്ടാവും. നമുക്ക് പലഹാരം കിട്ടുന്ന ദിവസം എന്നാന്ന് ബാപ്പ എന്നാ വരുന്നത് കുട്ടികൾ കേൾക്കണില്ലേ, എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരും എന്നുള്ള നിലക്ക്. വാപ്പ വരുമ്പോൾ ഒരു പൊതി ഉണ്ടാവും എന്നുള്ള നിലക്ക് ചില വാപ്പാർക്ക് അങ്ങനത്തെ ഒരു പതിവ് ഉണ്ടാവുമല്ലോ. അപ്പം വാപ്പ എന്നാ വരിക, വാപ്പ എന്നാ വരിക, അമ്മ എന്നതുപോലെ സഹാബത്ത് ഇങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ സുന്നികളാവുന്ന നമ്മൾ ചെയ്യണ എല്ലാ ചെറിയ സംഗതി അതൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം മയ്യത്ത് കട്ടിൽ എടുത്തു വെച്ചതിന് ശേഷം ഒരു ദുആ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണത്. അവിടെ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ദുആതായിട്ട് കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹം. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇപ്പം മയ്യത്ത് കട്ടിൽ എടുത്തു വെച്ചതിന് ശേഷം ജമാഅത്തിലൊക്കെ ദുആ തുടങ്ങിയിരിക്കണം നല്ല ഉഷാറായിട്ട്. അള്ളാഹു ഇങ്ങനെ ഓരോരുത്തർക്ക് ഹിദായത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് സുന്നികൾ പറഞ്ഞതാണ് ശരിയെന്ന്. നമ്മൾ അന്നും പറയണത് ഇന്നും പറയുന്നത് ഒന്നാണ്. ഇപ്പം നബിദിനും ആഘോഷിക്കുന്നുണ്ടല്ല, മൗലൂദ് ഓതണ്ടെന്നാണ് നബിദിനം ആഘോഷിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ വരട്ടെ. വദക്കിർഹും ബി അയ്യാമില്ല എന്ന വിശുദ്ധ ഖുർആൻ. നമ്മൾ മൗലൂദിൻ്റെ ദലീൽ അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെനോട് ബന്ധപ്പെട്ട പ്രത്യേകമായ ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ദിവസങ്ങൾക്കുള്ള സ്മരണകൾ നിലനിർത്തണം എന്നാണ് വിശുദ്ധ ഖുർആന്റെ. വദക്കിർഹും ബി അയ്യാമി, അയ്യാമുള്ളനെ അവർക്ക് എന്താക്കണം, ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കണം. അയ്യാമുള്ളല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിലാദത്തിനോട് ബന്ധപ്പെട്ട യൗമ്. അപ്പം അതിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കണ്ടേ? അപ്പോൾ ഒക്കെ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഖുലഫാഇന്റെ സുന്നത്ത്, അതുപോലെ തന്നെ ഖൈറുൽ ഖുറൂനാവുന്നതായ ആ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഇമാം മാലിക് തങ്ങൾ ഉണ്ടായത്, ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളും, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ തങ്ങളും, ഇമാം അഹ്മദ് ബിൻ ഹംബലും ഒക്കെ ഈ മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ മുഴുവനും ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനത്തെ മഹത്തുക്കളാവുന്ന മശായിഖ് അയിമ്മത്ത് ഇവർക്കുള്ളതായ വ്യാഖ്യാനത്തിൽ കൂടിയല്ലാതെ ദീനിനെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്നുള്ളത് നമുക്കും സാധ്യമല്ല, നമ്മളെ മുമ്പുള്ളവർക്കും സാധ്യമല്ല. അപ്പം അവരൊക്കെ മനസ്സിലാക്കിയത് ഈ പറയുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീനിനെ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഖിയാസ്, അതുപോലെ തന്നെ ഇജ്മാ എന്നൊക്കെ പറയുന്നത്. ഇന്നലേക്ക് മനസ്സിലാക്കപ്പെട്ട ദീന് അതിവിടെ സംരക്ഷിക്കപ്പെടണം. അതിൻ്റെ സംരക്ഷണം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു കണ്ടപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ മഹാന്മാരാവുന്നതായ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇമാം ഷാഫി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതുപോലുള്ള പണ്ഡിതന്മാർ, ഇതാലിഞ്ഞക്കുരിൽ ഉലമാവു ഔലിയാലില്ല ഫമനിൽ വലിയ വിലായത്തിൻ്റെ സ്വഭാവമാണ് പണ്ഡിതനിൽ ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ ആളുകളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമയാണിത് നമ്മളിലേക്കൊക്കെ ഏൽപ്പിച്ചത്. അവർ വരെയുള്ള ആ പണ്ഡിത സമൂഹത്തിനെ പറ്റി നമ്മൾ പഠനം നടത്തിയാൽ അവരൊക്കെ ആ നിലക്കുള്ള പണ്ഡിതന്മാരെ, ആ നിലക്ക് വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഈ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്നറിയോ? നമ്മളൊക്കെ അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ഈ പ്രയാണം ലാ യുംകിനു ലിൽ ഇൻസാൻ ഇന്നൽ ഇൻസാന ലാ യുംകിനു ലഹു, ഏതൊരു മനുഷ്യർക്കും അവനക്ക് സാധ്യമല്ല അൻ യസീറ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ഈ പ്രയാണം അവനക്ക് സാധ്യമല്ല. ആ പ്രയാണം ഉണ്ടാവണമെങ്കിൽ അതിനിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒന്ന്, ഇല്ലാ ബി ഈമാനിൻ സഹീഹിൻ, ഏതെങ്കിലും നിലക്കുള്ള കാനേശുമാർ കണക്കിൽ മുസ്ലിമീങ്ങളായ പോലെ സഹിയായ ഈമാൻ ഉണ്ടാവും. എന്താ സഹിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ? ആ സഹിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിലേക്ക് വിവരിച്ചു കൊടുത്ത, ഇപ്പം ഈമാൻ കാര്യം ചില ആളുകൾ 5 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ തന്നെ വിഷയം.
ഈമാൻ സഹിയാവണമെങ്കിൽ അടിസ്ഥാനപരമായി ഏതെല്ലാം കാര്യങ്ങളാണോ വിശ്വസിക്കേണ്ടത് ആ കാര്യങ്ങളിൽ അവനക്ക് വിശ്വാസം എങ്ങനെ ഉണ്ടാവണം, അതിനെപ്പറ്റിയുള്ള വിശ്വാസം ഉണ്ടാവേണ്ടതുപോലെ ഉണ്ടാവണം. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാം. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയല്ലേ. എന്താണ് അള്ളാഹുവിൻ്റെ ആ സിഫാത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിനിക്ക് നിർബന്ധമായ സിഫാത്തുകൾ, അള്ളാഹുവിനിക്ക് മുസ്തഹീലായ സിഫാത്തുകൾ, ജായിസായ സിഫാത്തുകൾ. ഈ സിഫാത്തുകളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാർക്ക് മൊത്തത്തിൽ മനസ്സിലാക്കുകയെങ്കിലും വേണ്ടേ. അള്ളാഹുവിൻ്റെ മലായിക്കത്തിനെ പറ്റി വിശ്വസിക്കുക. ആരാണ് മലായിക്കത്ത്, അവരുടെ പ്രകൃതം എന്താ. അമ്പിയാക്കന്മാരെ പറ്റി വിശ്വസിക്കുക. നബിനെ അയച്ചുകൊടുന്ന് മാത്രം. അമ്പിയാക്കന്മാർ ആരാണ്? അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർ പാപ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കണം. അമ്പിയാക്കന്മാരുടെ പാപ സുരക്ഷിതത്തിനെ ചോദ്യം ചെയ്യുന്നവരാണ് ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്താണെങ്കിൽ, ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരാണെങ്കിലും, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണെങ്കിലും. ഇവരൊക്കെ അമ്പിയാക്കന്മാർക്കുള്ളതായ പാപ സുരക്ഷിതത്വം അത് പാപ സുരക്ഷിതത്വം വേണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ദാഇയായിട്ട് ഒരാളയക്കുമ്പോൾ എന്തിനാ ഈ 40 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം രൂപത്തിന് വേണ്ടി താമസിപ്പിക്കണം? എന്നാൽ ചെറുപ്പത്തിലെ പുലുവായ വായിക്ക് രൂപത്ത് കൊടുത്താൽ പോരെ. ചില അമ്പിയാക്കന്മാർക്ക് 30-ാം വയസ്സിൽ കൊടുത്തു, ചിലവർക്ക് 40-ാം വയസ്സിൽ. ഈ 40-30 വയസ്സ് വരെ എന്തിനാണ് ഈ താമസിപ്പിക്കുന്നത്? ആ താമസിപ്പിക്കുന്നത് തന്നെ ഇവരാരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവർ നുബുവത്തിന് മുമ്പുള്ള അവരുടെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കിയാൽ അവരിൽ നിന്നിട്ടൊരു സ്വീറത്ത് പോലും ഉണ്ടാവൂല എന്നാണ്. കാരണം അന്നൽക്ക് അവർ ആ പ്രായം എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെയുള്ള പ്രായം, അല്ലെങ്കിൽ 40 വയസ്സ് വരെയുള്ള പ്രായം. അത് അവരെ ദീനിലോ അല്ലെങ്കിൽ വരാൻ കഴിഞ്ഞു പോയ ദീനിലോ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹം നല്ലതല്ലാതെ കാണുന്ന പല സംഗതികളും സംഭവിക്കപ്പെടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വൃത്തികേടും ഇല്ലാതെ ഈ ജനങ്ങളെ കൂടത്ത് ജീവിക്കുന്ന ആളാണ്. ആ ആളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ആ ഒരാളെ തന്നെ ഇന്നൽക്ക് 30 വർഷം വരെ അല്ലെങ്കിൽ 40 വർഷം വരെ അള്ളാഹു ജനങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തീർക്കുകയാണ് ഈ കാലഘട്ടം വരെ. അത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വിശുദ്ധമാവുന്നതായ ഈ ദൗത്യം അള്ളാഹു ഏൽപ്പിക്കുമ്പോൾ അവരെ പ്രവർത്തനം നോക്കിയിട്ടാണ് ജനങ്ങൾ അവർക്കുള്ളതായ വെറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയത് വെറും നബി പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ. അധിക സംഗതികളും നബി എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് അവർ ജീവിതത്തിൽ പകർത്തുകളയുന്നു. അപ്പം ഇതാണ് സഹിയായ ഈമാൻ. സഹിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ കിതാബിനെ കൊണ്ട് വിശ്വസിക്കാം. കിതാബിനെ കൊണ്ട് ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ മുനസ്സഹായ കിതാബാണ്. ഈ കിതാബുകളൊക്കെ ഇതൊന്നും ഒരു സ്വയം വ്യാഖ്യാനത്തിലേക്ക് അർഹമല്ല. ഇതിൻ്റെ ഓരോ അൽഫാദുകൾക്കും ഓരോ ലഫ്ദുകൾക്കും പ്രത്യേകമാവുന്നതായ മഖ്സൂദുകളും പ്രത്യേകമാവുന്നതായ ആശയങ്ങളുണ്ട്. അങ്ങനെ ഇതാണ് സഹിയായ ഈമാൻ ഉണ്ടാവണം. ആ സഹിയായ ഈമാൻ മാത്രം പോരാ, വഅഖീദത്തിൻ സാബിതത്തിൻ, ആ നല്ല നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ സ്ഥിരപ്പെട്ട അഖീദയാവണം. ഇവിടെയാണ് നമ്മളും ഷിയാക്കളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഷിയാക്കളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഷിയാക്കൾ അലി റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫضലുണ്ട് എന്ന് പറഞ്ഞു. ഇത് ആ നല്ല നൂറ്റാണ്ടിലുള്ള ആ വിശ്വാസത്തിന് എതിരാണത്. കാരണം സഹാബത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ? കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർ മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഫനുഫദ്ദിലു അബൂബക്കറിൻ അലാ ഉമർ വഉമറ അലാ ഉസ്മാൻ വഉസ്മാന അലാ അലി. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാണ് ഫضൽ എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കണം. ഖൈറുൽ ബശർ ബഅദൽ അംബിയാ, ആരാണ്? അബൂബക്കർ റളിയല്ലാഹു തആല. സുമ്മ ഉമറു, പിന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു. സുമ്മ അലിയുൻ, ഉസ്മാനു, പിന്നെ ഉസ്മാൻ, സുമ്മ അലിയുൻ, പിന്നെയാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല. അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിനേക്ക് ഫضലുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാണ് ഫضൽ എന്ന് വിശ്വസിക്കണം. ഇതാണ് സാബിതത്തായ അഖീദ. ഈ അഖീദ നമ്മൾക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ എന്താവും എന്നറിയോ? ഇതുപോലുള്ള ഷിയ പോലത്തെ പാർട്ടികൾക്കുള്ള വിശ്വാസം പോലത്തെ വിശ്വാസമായി മാറും.
ഇപ്പം ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ചില മക്കാമുകളിലൊക്കെ ചില പുതപ്പ് കൊടുന്നിടും, മക്കാമിൻ്റെ മേലെ അവിടെ കൊടുന്നിടുമ്പോൾ ഇവർ അല്ലാഹു മുഹമ്മദ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, ഇത് യഥാർത്ഥത്തിൽ അത് ഷിയാക്കൾ വലം അവിടെ കൊണ്ടുവരുന്ന പടങ്ങളാണ്. ഇത് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അത് അങ്ങനെ എഴുതിയതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. അത് അബൂബക്കർ അങ്ങനെ വായിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നറിയോ? മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, ഇവരൊക്കെ വലിയ ആളുകൾ തന്നെയാണ്. പക്ഷെ അത് മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നതായ തെറ്റായ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായത് കൊണ്ടിട്ട് അത് നമ്മൾ ഒഴിഞ്ഞിക്കണല്ലോ. അവിടെ ഇപ്പം ഇജാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പുതപ്പ് അതിൻ്റെ മുകളിൽ പോയിച്ചാൽ പോലെ. പക്ഷേ ഏതെങ്കിലും ഒന്ന് പുതക്കണം, അത് ശരിയാണ്. ഒരു സാധനത്തിലേക്ക് ഒരു ബഹുമാനത്തിൻ്റെ മേലിൽ അറിയിക്കണം ഒന്നാണത്. മഹാന്മാരെ കുബൂറുകൾ, ആ കുബൂറിൻ്റെ മേലിൽ അങ്ങനെയല്ലേ ഹറമിലേക്ക് ഹദിയായി കൊണ്ടുപോകണ ഒട്ടകത്തിനൊക്കെ റസൂല പുതപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒട്ടകത്തിന് പുതപ്പിക്കട് അത് പുതപ്പിച്ചതുകൊണ്ട് ആ സാധനത്തിനുള്ളൊരു ആദരവാണ്. അങ്ങനെ ആദരവനുസരിച്ച് മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുള്ള ആദരവനുസരിച്ച് അതിന്മേൽ ഒരു പുതപ്പിക്കുക, അത് നല്ലത് തന്നെ. അപ്പം ഇതാണ് സാബിത്തത്താവുന്ന അഖീദ. ഈ അഖീദ നമ്മൾക്കുണ്ടാവണം. ആ അഖീദ ഇല്ലാഞ്ഞാൽ ആ അഖീദയാണ്, അതാണ് ആ നൂറ്റാണ്ടിൽ സ്ഥിരപ്പെട്ട അഖീദയാവണം. പിന്നെന്തും വേണമെന്നറിയോ? വഅമാലിൻ മുഖയ്യദത്തിൻ ബിശരീഅത്തില്ല, അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നും കൊണ്ടുള്ളതായ അമലുകളാവണം. ശരീഅത്തിനെതിരായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കള്ള ശേഖന്മാരെ പറ്റിയാണ് ആ പറഞ്ഞത്. പല കള്ള ശേഖന്മാരും ശേഖന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പല ഭാഗത്തും ഇരുന്ന് അവർക്ക് എന്ത് തോന്നിയാസനും അവർ ചെയ്യും. അവരെ പിന്നിൽ കുറേ ആളുകൾ അവരെ പിൻപറ്റി കൊണ്ടിട്ട് അവർ ചെയ്യണ തോന്നിയാസങ്ങൾ ചെയ്തുകൊണ്ട് കൂടുകയും ചെയ്യും. എന്നിട്ട് അവരിലേക്ക് വിലായത്തിൻ്റെ പദവിനെന്താക്കുക, അവരെ പിന്നെ പറഞ്ഞ് പോഷിപ്പിച്ച് വലിയാണെന്ന് വരുത്തി തീർക്കുന്നതായ ശ്രമങ്ങളുണ്ടാവും. യഥാർത്ഥ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ അവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നവനാണ്. ശരീഅത്തില്ലാത്ത ചില ആളുകളുണ്ടാവും, അവർ വലിയാവാം, വലിയാവാതിരിക്കാം. അതിൽ വലിയ മഹാന്മാരുണ്ടാവും, ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. അവരോട് നമുക്ക് വായിക്കാനൊക്കെ പറയാം. പക്ഷേ ഫലായുസ്ബാഹൂദ, മഹാനാവുന്ന ശൈഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ തന്നെ പറഞ്ഞത്, വ തരീഖത്തുനാ മുഹററത്തുൻ അൽ കിതാബി വസ്സുന്ന, അത് ഖുർആന്റെയും സുന്നത്തിൻ്റെയും അയിമ്മത്തിൻ്റെ അഖ്വാലുകളുടെ മേലുമാണ്. നമ്മൾ അതനുസരിച്ചുള്ള റൂട്ടാണ് തരീഖത്തിൻ്റെ റൂട്ട്. കാരണം അത് പഴയ റൂട്ടാണ്, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് തന്നെയാണ് ഈ തരീഖത്ത് എന്ന് പറയുന്നത്. അപ്പം ആ കള്ള തരീഖത്തിനെ പറ്റി ഇശാറത്ത് ചെയ്തുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് വഅമാലിൻ മുഖയ്യദത്തിൻ ബിശരീഅത്തില്ല. അത് മാത്രം പോരാ, വഅഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നും പകർത്തപ്പെടുന്നതായ സ്വഭാവങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായാലേ ഒരു മനുഷ്യനിക്ക് അല്ലാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവും. ആ പ്രയാണം സാധിപ്പിച്ചെടുക്കാനാണ് ഈ പറയുന്നത് വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമ്മൾ വിശ്വസിക്കണ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യണ ഈ ആദർശങ്ങളെ അതിനെ സംരക്ഷിക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നിങ്ങളെ കൊല്ലം ജില്ലയിൻ്റെ മുക്കിലും മൂലയിലൊക്കെ നിങ്ങൾ എത്തിക്കണം. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇത് ജമിയത്തുൽ മുദരിസീൻ എന്ന് പറഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ കീഴിലുള്ള ഒരു ഒരു സംഘടനയാണ് ജമിയത്തുൽ മുദരിസീൻ. ആ ജമിയത്തുൽ മുദരിസീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഓരോ പള്ളിയിലും ദർസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വലിയ ചെലവില്ലാത്ത പണിയാണ് ദർസ് എന്ന് പറഞ്ഞാൽ. ദീനീ വിദ്യാഭ്യാസം കിട്ടും, അതോടുകൂടെ അടിസ്ഥാനപരമായ ഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്താൽ. ദർസ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഓരോ വീട്ടിൽ ചിലവിന് പോകും. ഒരു ഉസ്താദ് മതി, അല്ലെങ്കിൽ 2 ഉസ്താദ് മതി. ഇപ്പോൾ 100-150 കുട്ടികളുള്ള ദർസിലൊക്കെ ചിലപ്പോൾ 2 ഉസ്താദന്മാരുണ്ടാവും. 10-200 കുട്ടികളുള്ള പല ദർസുകളുണ്ട്. അവിടെയൊക്കെ 2-3 ഉസ്താദന്മാരുള്ളൂ. പിന്നെ ആവശ്യമുള്ള ഭൗതികം പഠിപ്പിക്കാൻ 1-2 വളരെ ചിലവ് കുറഞ്ഞതായ ഒരു രീതിയാണ്. അതോടുകൂടെ ഈ പള്ളി ദർസിൽ കൂടി കുട്ടികളെ വളർത്തി കൊണ്ടുപോകുമ്പോൾ ആ നിലക്കുള്ള ഒരു ദീനിൻ്റെ സ്വഭാവം പ്രത്യേകം ആ കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മഹല്ലത്തുകളിലും എങ്ങനെയെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മദ്രസയിൽ സ്കൂൾ പിന്നെ കഴിയുമ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ ആ കുട്ടികളെ പള്ളി ദർസിൽ നിന്ന് ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിട്ട്
അതിനേക്കാൾ ഊന്നൽ ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തിൽ നൽകിക്കൊണ്ടിട്ട് മതം അറിയണതായ ശരിയായ പണ്ഡിതന്മാരുണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും. ദർസുകൾ അപ്പം ഇവിടെ ചെയ്യേണ്ടത് അതാ. അവിടെ ഒരുപാട് സ്ഥലത്ത് ദർസുകൾക്ക് ആവശ്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല മുദരിസന്മാർ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. ഇത് അവിടുന്ന് വടക്ക് നിന്നിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് ഇപ്പോൾ ആരും വരാൻ സന്നദ്ധരാവില്ല. പഴയ കാലത്തൊക്കെ വടക്ക് അവിടെ ആ ഭാഗത്തൊക്കെ ശമ്പളം കമ്മിയെന്ന്, ഇവിടെ നല്ല ശമ്പളം ഉണ്ട്. അന്നൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. ഇന്ന് അവിടെ അങ്ങനെയല്ല. അവിടെ മുദരിസന്മാർക്ക് 25-30 കൊടുക്കുന്നുണ്ട് ആ ഭാഗത്ത് ശമ്പളം. അങ്ങനെ ഒരു 15 മുതൽ തുടങ്ങുകയാണ്. ആളെ ഗ്രേഡ് അനുസരിച്ചൊക്കെ പള്ളിയിലെ മുദരിസന്മാർക്ക് വലിയ ശമ്പളങ്ങളുണ്ട്. 40-50 വാങ്ങുന്നവരുണ്ട് മുദരിസന്മാർ. നമ്മളെ വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ള ഉസ്താദന്മാർക്കൊക്കെ അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് മുദരിസന്മാർക്ക് നല്ല ശമ്പളം അവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സന്നദ്ധരാവില്ല അവർ. പിന്നെ അവിടെ വരും എന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത ആരെയും വരും. നമ്മളെ ഈ ഗ്രൂപ്പിന് പണിയില്ലാത്തവരില്ലല്ലോ. നമുക്ക് തികയണില്ല ആളുകളെ. നമ്മൾ എത്രത്തോളം കോളേജുകൾ നമുക്കുണ്ട്. ഈ കോളേജിൽ നിന്നൊക്കെ പല ബിരുദധാരികളും ഫൈദിമാർ വരണേ, ധാരിമിയാൾ വരണേ, യമാനികൾ വരണേ, അശ്ശേരികൾ വരണേ, ജലാലികൾ വരണേ, വാഫികൾ, ഹുദവികൾ, ഇങ്ങനെ ഒരുപാട് ഇനി അല്ലാത്ത ഒരുപാട് ബിരുദങ്ങൾ മാറിയുണ്ട്. ഇവിടുന്നൊക്കെ വന്നിട്ട് നമുക്കവിടെ തികയണില്ല ആ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ പള്ളിയിലും ഈ ജമിയത്തുൽ മുദരിസീൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിന് മറ്റുള്ള ഈ ഘടകങ്ങളോട് സഹായിച്ചു കൊടുത്തുകൊണ്ട് നല്ല മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാരുണ്ടാക്കി തീർക്കാൻ പറ്റണ ദർസുകൾ എല്ലായിടത്തും സ്ഥാപിക്കാം. ഇവിടെ മുമ്പൊരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെ ഈ പള്ളി ബുക്കിൽ മുദരിസിന് വേണ്ടി തിരഞ്ഞ് എന്നോട് ഇവിടുന്ന് പലരും വിളിച്ചു. അങ്ങനെ സി കെ അബ്ദുൽ മുസ്ലിയാരെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സി കെ അബ്ദുൽ മുസ്ലിയാർ ഇവിടെ അന്ന് അബ്ദുൽ മുസ്ലിയാർ ഇവിടെ വരാൻ തന്നെ കാരണതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവരൊന്നും ശമ്പളത്തിൻ്റെ പിന്നിൽ പോകുന്ന ആളുകളല്ലെങ്കിലും അന്ന് അവിടെയൊക്കെ ശമ്പളം കമ്മിയെന്ന്. അന്ന് ഇവിടുന്ന് 3000 ഉറുപ്പിയും പിന്നെന്തോ 1000 ഉറുപ്പ്യ ബസ് ചാർജൊക്കെ കൊടുത്തുകൊണ്ടിട്ടാണ് മൂപ്പരെ കൂടുന്നത്. മൂപ്പര് ആവശ്യപ്പെട്ടൊന്നല്ല, എന്നാലും ഇവരൊക്കെ നേതൃത്വത്തിലുള്ള ഈ ഇതായതുകൊണ്ട് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ദിവസവും 100 ഉറുപ്പ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മുദരിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. അല്ല, അന്ന് 800-700 ശമ്പളമുള്ള കാലത്താണ്. അപ്പോൾ ഇന്ന് അവിടെ നിന്നൊക്കെ കാലം വ്യത്യാസപ്പെട്ടു. ആരും വരാൻ മുദരിസന്മാരെ കിട്ടാൻ വളരെ പ്രയാസമായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലൊരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്കിത് ഇവിടെ പരിഹരിക്കാം. 10 കൊല്ലം മതി. ഒരു 5-6 കൊല്ലം ദർസിൽ 8 കൊല്ലം മതി. 6 കൊല്ലം നല്ല ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഒരുത്തനെ വിട്ടുകൊടുത്താൽ 2 കൊല്ലം മോന് ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നിട്ട് ബിരുദം കൊടുത്താൽ നല്ല ദർസുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ ആ നിലക്ക് നല്ല ദർസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടായ്മയോടുകൂടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജില്ലയിലും ഉഷാറാണ്. മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ പോരാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. കൊല്ലം ജില്ലയിൽ നല്ല പ്രവർത്തനങ്ങൾ വേണം. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ യൂനുസ് കുഞ്ഞി ഹാജി സാഹിബിനെ പോലുള്ള ഉമറാക്കൾ നമ്മൾക്കുണ്ടാവുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ അവരെ കഴിവിൻ്റെ പരമാവധി വേണ്ടത് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവരെ പോലുള്ള പലരും ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദർസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ദർസിനുണ്ടാക്കാൻ നല്ല ഉത്സാഹന്മാരുണ്ടാക്കും. അവരിൽ നിന്നിട്ട് നല്ല ഒരു 10-15 കുട്ടികൾ മതി ഓരോ ദർസിലും. വലിയ അധികം കുട്ടികളില്ലെങ്കിലും പിന്നെ അതൊക്കെ വളർന്ന് വലുതായി വലിയ ദർസുകളായി മാറും. അപ്പോൾ ആ നിലക്ക് ആലിമ്യങ്ങൾ നമ്മൾ ആലിമിൻ്റെ ആ ഇസ്സത്തോടു കൂടി നമ്മൾ നിലനിൽക്കണം. ഒറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആലിമ്യങ്ങളിൽ നിന്ന് ആലിമ്യങ്ങൾക്കുള്ള ആ ഇസ്സത്തുമ്പോൾ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ നാശം നഷ്ടമൊക്കെ വരേണ്ടത്. പഴയ കാലത്തൊക്കെ ആലിമീങ്ങൾ നമ്മൾ പറയുമല്ലോ, ഉലമാവും ഉമറാവും നന്നായാൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു സ്റ്റേജിൽ നിന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉലമാവ് പറയുന്നത് അനുസരിച്ച് നിൽക്കുന്നതായ ഉമറായിരുന്നു പഴയ കാലത്ത്. ആ ഉലമാവ് പറയുന്നത് അനുസരിക്കാൻ പറ്റിയ ഉലമാക്കളിരുന്നു എന്നുണ്ടായിരുന്നത്. ഉലമാവ് പറഞ്ഞാൽ അത് ആലിമീങ്ങൾ ഉമറാവ് അനുസരിക്കും. കാരണം അങ്ങനത്തെ ആലിമീങ്ങളായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഉമറാവ് ആലിമീങ്ങളോട് ചോദിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അല്ലാതെ ആലിമും ഉമറാവും രണ്ടും കൂടി ഇങ്ങനെ ഒപ്പം നടക്കുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ മാന. രണ്ടും നന്നാവുക എന്ന് പറഞ്ഞാൽ രണ്ടും സ്വഭാവത്തിലാണ്. ആലിമിനുണ്ടാവേണ്ട ഗുണം വേണം, ഉമറാവിനുണ്ടാവേണ്ട ഗുണം വേണം. ആ മഹാനാവുന്ന അബൂ ഹാസിം തങ്ങൾ പറഞ്ഞു, കാനൽ ഉലമാവു ഫീമാ മദ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ യത്തുലുബുഹുബുസ്സലാത്തീൻ, രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും കഴിവുള്ളവരൊക്കെ ആലിമീങ്ങളെ തേടി അങ്ങോട്ട് ചെല്ലുന്ന. വഹും യഫിറൂന മിൻഹും,
എന്നാൽ ഇവരെ കാണുമ്പോൾ വേഗം വാലടിച്ച് ഉള്ളിൽ പോകും. കാരണം എന്തെങ്കിലും ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു നേട്ടമുള്ളൊരു കാര്യം ഏൽപ്പിക്കാനാണ് ഈ കാരണം. ഒന്നുകിൽ നിങ്ങളിവിടെ കാതിയായിക്കോളി എന്ന് പറയാനാണ് ഈ കാരണം. പല ആളുകൾക്കും കാതിയാവാൻ മടിയരുതെന്ന്. കാരണം ഈ കലാഹ് എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഭൗതികമാവുന്ന എന്തെങ്കിലും സംഗതികൾക്ക് സമ്മർദ്ദം ചെലുത്താനാണോ ഇവർ വന്നതെന്ന് വിചാരിച്ചിട്ട് ഓഹും യഫിറൂന മിൻഹും, അവരിൽ നിന്ന് ഒളിച്ചുകൂടലേ ആലിമീങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അമ്പല്യവും ഇന്നത്തെ കാലഘട്ടത്തിലോ ഉലമാ ഫജമഉൽ ഇൽമ ബിഹദാഫിരിഹി, എല്ലാ മേഖലയിലും അവർ ഇൽമിനെ സമ്പാദിച്ചു. വഹും യത്ലുബൂന സലാത്തീൻ, അവർ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പ്രമാണിമാരുടെയും ഒക്കെ വയ്യാലെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. വഹും യഫിറൂന മിൻഹു, ഇബല കാണുമ്പോൾ ഇപ്പോൾ അവർ ഓടുകയാണ്. കാരണം വല്ല പിരിവിനാണ് ഈ കാരണം ഉസ്താദ് വന്നിട്ടുള്ളത്. അവിടെ കോളേജ് ഇവിടെ കോളേജ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിച്ചൊരു മലയാളി തന്നെ വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കെന്ന് പറയും. കാരണം വന്ന് പിരിവ് തന്നെ എപ്പോഴും പിരിവാകുമ്പോൾ അങ്ങനെയുള്ളൂ. അത് പിന്നെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞൊരു അവസ്ഥ വഹും യഫിറൂന, ഈ ഒരു അവസ്ഥയാണെന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ആലിമീങ്ങൾക്കുള്ള ഇസ്സത്തോടു കൂടി നിൽക്കുക. അങ്ങനെ നിന്നാൽ ഇവിടുത്തെ എല്ലാ ഉമറാവും നമ്മളെ വഴിപ്പെടുന്നവരായും നമ്മളനുസരിക്കുന്നവരായും. നമ്മൾ മുമ്പ് ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? വലിയ വലിയ ആലിമീങ്ങൾ അവരെ ആജ്ഞ സ്വീകരിക്കാൻ ഇവിടുത്തെ ഉമറാക്കന്മാർ തയ്യാറായി. ആജ്ഞ സ്വീകരിക്കാൻ തയ്യാറാവുന്ന നിലക്കുള്ള ഒരു പണ്ഡിതന്മാരായിരുന്നു അന്നത്തെ പണ്ഡിതന്മാർ. അതാണ് അവർ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല അതൊന്നും ചെയ്തത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമോ, എന്തെങ്കിലും കിട്ടുമോ? ബഹുമാനപ്പെട്ട വാണിയമ്പല അബ്ദുറഹ്മാൻ മുല്യർ കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോയി. ഒരു ഓലോണ്ട് ഉണ്ടാക്കിയ മദ്രസ. ഞാൻ പിന്നെ അവിടെ പോയിട്ടുണ്ട്. ആ മദ്രസ ഇപ്പം അടുത്ത കാലത്ത് അത് പിന്നെ വലിയ വാർപ്പിൻ്റെ കെട്ടിടമൊക്കെ ആയപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. അന്ന് എന്നോട് പറഞ്ഞ സംഭവം. മൂപ്പര് സമസ്തകളുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റായതിൻ്റെ കാലത്ത് മൂപ്പര് പോയി. നടന്നാണ് ഒരു 8ഓളം കിലോമീറ്റർ പോയി എന്നാണ്. ഒരു മണ്ണുള്ള റോഡാണ്. ആ റോഡൊന്നുമില്ല, അങ്ങോട്ട് പിന്നെ ഒന്നും പോകില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ. ജീപ്പ് വരെ പോകില്ല. അങ്ങനെ മൂപ്പര് നടന്നു പോയി അവിടെ പോയി മദ്രസ ഉദ്ഘാടനം ചെയ്ത് വന്നു. അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, സമസ്തയുടെ ഒരു ദൗത്യം അവിടെ എത്തിക്കാന്നുള്ള നിൽക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 2-3 റൂമുള്ള ഒരു മദ്രസ ഉണ്ടാക്കിയപ്പോൾ വലിയൊരു സംഭവമായി അവർക്ക്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ പോയത് ഇവിടെ വാഹന സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ മാതിരിക്കുള്ള ആളുകളൊന്നും സൗകര്യത്തിലേക്ക് പോകില്ലല്ലോ, അജാതിയാണല്ലോ നമ്മളൊക്കെ. അവരങ്ങനല്ല, അവർ സൗകര്യമില്ല നോക്കിയത്. അവർക്കുള്ളതായ എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാവുമെന്നല്ല അവർ. ഇതായിരുന്നു മുമ്പത്തെ കാലത്തുള്ള ആ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ കേൾക്കാൻ അന്നത്തെ ഉമറാവ് തയ്യാറായി. ഇന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മൾക്കെന്തോ താറാറുണ്ട്. ആ താറാവ് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. നമ്മൾ നന്നാവാൻ വേണ്ടി പണ്ഡിതന്മാർ ശ്രമിക്കാം. അപ്പോൾ ഇവിടുത്തെ ഉമറാവൊക്കെ നമ്മൾ പറഞ്ഞതനുസരിക്കും. ആ നിലയ്ക്ക് 2 കൂട്ടരും നന്നാവേണ്ടത് പോലെ നന്നായി കൊണ്ടിട്ട് ഇവിടെ ദീൻ്റെ ഈ ദൗത്യം അതിവിടെ എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ ആശയങ്ങളും ഈ ആദർശങ്ങളൊക്കെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കാൻ വേണ്ടി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ പേര് അതിവിടെ എല്ലായിടത്തും കൊണ്ട് എത്തിക്കണം. ഇതൊരു വലിയ സംഘടനയാണ്. മഹാന്മാരാവുന്നതായ മശായിഖന്മാർ ശില നൽകിയ സംഘടനയാണ്. മഹാന്മാരാവുന്നതായ മഹത്തുക്കൾ ഇതിലേക്ക് നേതൃത്വം നൽകിയവരാണ്. അതുകൊണ്ട് ഈ സംഘടനയെയും ഇതിൻ്റെ ഉപസംഘടനകളെയും വളർത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളൊക്കെ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സഹസ്രം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളോട് ഇത് സംഘടിപ്പിച്ചതായ ജമിയത്തുൽ മുദരിസീൻ അതിന് വേണ്ട സൗകര്യം ചെയ്തു തന്ന, ഇവിടെ ഇത്ര നല്ലൊരു ഹാള് നമുക്ക് വിട്ടു തന്ന ബഹുമാനപ്പെട്ട സൂര്യ ഹാജി സാഹിബ്, ഇവിടുത്തെ മറ്റുള്ള ഉമറാ, ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങൾക്കും ഉമറാക്കന്മാർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ നേതൃത്വം നൽകുന്ന ഈ ജില്ലാ സമസ്ത, അതുപോലെ തന്നെ മറ്റ് പല നമ്മളെ പോഷക എല്ലാവരും കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്നത് ജമിയത്തുൽ മുദരിസീനാണെങ്കിലും എല്ലാവരും വളരെയധികം ശക്തിയോട് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ.